ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ എപ്പോൾ നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും കസ്റ്റമർ ഈ ഒരു 4 റീസണിന് വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ അടുത്ത് കംപ്ലയിൻസ് ആയിട്ട് വരിക. അപ്പോൾ ആ 4 റീസൺ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് നമുക്ക് ശരിയാക്കി കൊടുക്കുക, സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിലാണെങ്കിൽ അതെങ്ങനെയാണ് ശരിയാക്കി കൊടുക്കുക, അതല്ല സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയാണ് ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണുക കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഇതേപോലെ ഷോൾഡർ ലൂസ് ആണ് കേട്ടോ. ഷോൾഡർ ഇതേപോലെ മുകളിലേക്ക് പൊന്തി നിൽക്കുന്ന പ്രശ്നമാണ്. അപ്പൊ ആദ്യം ഇത് വരാൻ കാരണം എന്താന്നുള്ളത് നോക്കാം. അപ്പൊ ഇതുപോലെ ഷോൾഡർ ലൂസ് വരാൻ മെയിൻ ആയിട്ടുള്ള റീസൺ നമ്മുടെ ഷോൾഡർ ടു അണ്ടർ ബ്രസ്റ്റിന്റെ ആ ഒരു ഇറക്കം കൂടുതലായത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അതായത് നമ്മൾ ഷോൾഡർ ടു ബ്രസ്റ്റ് പോയിന്റ് വരെയുള്ള ഇറക്കം എടുക്കുമല്ലോ, നമ്മുടെ കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബസ്റ്റ് ഡിവൈഡഡ് ബൈ 3 ചെയ്തിട്ടുള്ള അളവ്, അതല്ലെങ്കിൽ നമ്മൾ അളവ് ബ്ലൗസിൽ നിന്നും എടുക്കുന്ന അളവ്. ഈ ഒരു അളവുകൾ കൂടുതലായി പോകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. നമ്മുടെ അണ്ടർ ബ്രസ്റ്റിന്റെ ഏരിയ, നമ്മുടെ കപ്പ് കറക്റ്റായിട്ട് ഇങ്ങനെ താങ്ങി നിൽക്കുമ്പോൾ എക്സ്ട്രാ വരുന്ന ഒരു ലൂസാണ് മുകളിലേക്ക് ഷോൾഡർ ആയിട്ട് പൊന്തി നിൽക്കുന്നത്. അപ്പോൾ ആ ലൂസിന് മുകളിലേക്ക് തന്നെ നമ്മളിപ്പോൾ ഒരു ബ്ലൗസ് ഇടുമ്പോൾ താഴത്തെ ഭാഗം കറക്റ്റ് ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ലൂസ് തനിയെ മുകളിലേക്കാണ് വരിക. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഈ ഷോൾഡർ ലൂസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഷോൾഡർ ലൂസ് എങ്ങനെയാണ് ശരിയാക്കുക? ഇതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ. നമ്മൾ ഷോൾഡർ ടു ബ്രസ്റ്റ് പോയിന്റ് വരെയുള്ള ഇറക്കം കറക്റ്റ് ആയിട്ടുള്ള അളവ് എടുക്കുക. അപ്പൊ ഇത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോബ്ലം വരുന്നതെന്നുണ്ടെങ്കിൽ, ഇത് എനിക്ക് ആ ഒരു കംപ്ലൈന്റ് ആയിട്ട് വന്ന ഒരു ബ്ലൗസ് ആണ് കേട്ടോ. ഷോൾഡർ ഒരുപാട് പൊന്തി നിൽക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു. അപ്പൊ ഇത് നമുക്ക് ശരിയാക്കാനായിട്ട് ഇതേപോലെ ഹുക്കിന്റെയും ഹോൾ വെക്കുന്നുണ്ടല്ലോ, ആ ഒരു ഭാഗത്തുമായിട്ട് നമ്മൾ നോർമലായിട്ട് ബ്ലൗസിന് ടക്ക് പിടിക്കുന്ന പോലെ കൊക്കിയുടെ ആ ഒരു പീസിന്റെ അടുത്തായിട്ട് പിടിച്ചു കൊടുക്കുക. ഓക്കെ, അതേപോലെ 2 ഭാഗത്തും ഇതേപോലെ പിടിച്ചു കൊടുക്കണം. മുകളിൽ 1/4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് വരെ പിടിക്കാൻ പാടുള്ളൂ. അതോ അല്ലെങ്കിൽ നമ്മൾ ഷോൾഡർ പിടിച്ചു കൊടുക്കുക. ഓക്കെ, ഷോൾഡർ പിടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഒന്നും കൂടി പൊന്തി നിൽക്കുന്ന പോലെ, അല്ലെങ്കിൽ ബ്ലൗസ് ഇടുമ്പോൾ ഒരു കുത്തലൊക്കെ ഉണ്ടാവും. അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. അതും അല്ലെങ്കിൽ നമ്മുടെ നെക്കിന്റെ ആ ഒരു ഷേപ്പ് വരുന്ന ഭാഗത്തും ടക്ക് പിടിച്ചു കൊടുക്കാം. ഇങ്ങനെ പിടിക്കുമ്പോൾ വൺ സൈഡ് നമുക്ക് ആ ഒരു മുന്താന ഇടുമ്പോൾ കാണില്ല, മറ്റേ സൈഡ് നമുക്ക് ബോറായിട്ട് കാണും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഹുക്കിന്റെ അവിടെയും ഹോൾ പീസിന്റെ അവിടെയും ഇതേപോലെ ടക്ക് പിടിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഷോൾഡർ ലൂസ് ശരിയായി കിട്ടും. ഇനി നമുക്ക് രണ്ടാമത്തെ എന്താന്നുള്ളത് നോക്കാം. രണ്ടാമത്തത് നമ്മുടെ നെക്കിന്റെ ലൂസ് ആണ്. ഷോൾഡർ ലൂസ് വരുന്ന പോലെയാണ് നെക്ക് ലൂസ് വരിക എന്നുള്ളത്, ഫ്രണ്ട് സൈഡ്. ഈ നെക്ക് ലൂസ് വരാൻ കാരണം നമ്മുടെ കട്ട് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു അളവ് കൊടുക്കാത്തത്, അതായത് ചെസ്റ്റിന്റെ അളവായാലും ആ ഹുക്ക് പട്ടിയുടെ അവിടെ നമ്മൾ ഒരു ചെരിച്ചൊരു കട്ടിങ് കൊടുക്കും, അതൊക്കെ കൊടുക്കാതെ നമ്മൾ ചെയ്യുമ്പോഴും ഈ ഒരു പ്രശ്നം വരും. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വരണമെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ഷോൾഡർ ലൂസിന് ചെയ്ത പോലെ തന്നെ ടക്ക് പിടിച്ച് കൊടുക്കലായിരിക്കും കറക്റ്റായിട്ട് ശരിയായി കിട്ടുക. അതായത് സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിൽ ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് ശരിയാക്കി എടുക്കാം. അപ്പോൾ അളവ് ബ്ലൗസിൽ തന്നെ ഇതുപോലെയാണ് നെക്ക് ലൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ നെക്കിന്റെ അളവൊക്കെ കറക്റ്റ് എടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ശേഷം നെക്കിന്റെ ഇവിടെ നിന്ന് നമ്മുടെ ഫസ്റ്റ് ടക്ക് വരുന്നുണ്ടല്ലോ, ഹുക്കിന്റെ അവിടുത്തെ ടക്ക് വരെ ഒരു 1/2 ഇഞ്ച് വരെ ചെരിച്ചിട്ട് ഒരു ലൈന് വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഇതേപോലെ ആയിരിക്കും, ഒന്നും കൂടി വെലിഞ്ഞ് വരും. നെക്ക് വെലിഞ്ഞിട്ട് നമ്മൾ ഹുക്ക് ഇടുമ്പോൾ ആ ഒരു ലൂസ് ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. അപ്പൊ നെക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിന്റെ അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഈ ഹുക്ക് പട്ടിയുടെ അവിടെ ഒരു ടക്ക് ഉണ്ടല്ലോ, അവിടെ വരെ ഇതേപോലെ ചെരിച്ച് ലൈന് വരച്ചു കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു നേരത്തെ പറഞ്ഞ നെക്ക് ലൂസ് ഇല്ലാതെ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ശരിയാക്കാൻ നിൽക്കാതെ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതൊന്ന് റെഡിയാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഓൾട്രേഷൻ വർക്ക് വരില്ല. ഇനി നമുക്ക് അടുത്തതായിട്ട്, ഇത് നമ്മുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാവർക്കും വരുന്ന കംപ്ലൈന്റ് ആണ്, ഷോൾഡർ ഇറങ്ങി പോവാന്നുള്ളത്. ഇങ്ങനെ കിഴിഞ്ഞ് പോകണമെന്നായിരിക്കും നമുക്ക് മുക്കാലും വരുന്ന പരാതികൾ. ഓക്കെ, അപ്പൊ അത് ശരിയാക്കാനായിട്ട് നമുക്ക് നമ്മുടെ ഷോൾഡറിന്റെ അളവ് കറക്റ്റായിട്ട് എടുക്കണം. നെക്ക് അനുസരിച്ചിട്ട് ഷോൾഡറിന്റെ അളവ് കറക്റ്റായിട്ട് എടുത്താൽ മാത്രമേ ഈ ഒരു ഷോൾഡർ ഇറങ്ങി പോകുന്നത് ശരിയാക്കാൻ പറ്റുള്ളൂ. അതല്ല നമ്മൾ ഷോൾഡർ അളവൊക്കെ കറക്റ്റായിട്ട് എടുത്തു എന്നിട്ടും എനിക്ക് ഈ ഒരു പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ സ്ലീവിന്റെ ടൈറ്റ് ഓവർ ആയതുകൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ സ്ലീവിന്റെ റൗണ്ട് ആയാലും അതേപോലെ ആം റൗണ്ട്, നമ്മുടെ ആമിന്റെ അവിടെ ഒരു
അളവെടുക്കുമല്ലോ, ആ ഒരു റൗണ്ട് ആയാലും നമ്മുടെ കൈക്കുഴിയുടെ റൗണ്ട് ആയാലും കറക്റ്റ് ആയിട്ടുള്ള അളവല്ലാതെ ഒരുപാട് ടൈറ്റ് ആയാലും ലൂസ് ആയാലും, അതായത് കൈക്കുഴിയുടെ അളവാണ്, ഒരുപാട് ലൂസ് ആയാലും ഈ ഒരു ഷോൾഡർ കിഴിഞ്ഞു പോകുന്ന പ്രശ്നം വരും. ഇതിന് നമ്മൾ ആദ്യം ഷോൾഡറിന്റെ അളവ് കറക്റ്റ് ആക്കണം. നെക്കിന്റെ അളവനുസരിച്ച് ഷോൾഡറിൽ മാറ്റങ്ങൾ വരുത്തണം. അതേപോലെ തന്നെ ഈ ഒരു സ്ലീവിന്റെ ടൈറ്റ്നെസ് കറക്റ്റ് ആയിട്ടുള്ള അളവിൽ കൊടുത്താൽ ഈ ഒരു ഷോൾഡർ ഇറങ്ങി പോകുന്നത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഷോൾഡർ പിടിക്കുക എന്നുള്ളത്. അതല്ലെങ്കിൽ നേരത്തെ നമ്മൾ ഷോൾഡർ ലൂസിന് ചെയ്ത പോലെ തന്നെ ഹുക്ക് പട്ടിയുടെ അവിടെ ഒരു ടക്ക് പിടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഷോൾഡർ ഇറങ്ങി പോകുന്നതും ഇതുപോലെയാണ് ശരിയാക്കി കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ അടുത്തതായിട്ട് വരുന്നത് ഇതുപോലെ ഫ്രണ്ട് സൈഡിലേക്ക് ഷോൾഡർ ഇറങ്ങി വരുന്നത്. ഫ്രണ്ട് സൈഡ് ഷോൾഡർ ഇറങ്ങി വരുമ്പോൾ നമുക്ക് വരുന്ന ഒരു മെയിൻ ആയിട്ടുള്ളതാണ് ബാക്ക് സൈഡത്തെ നെക്കിന്റെ ഇറക്കം കുറയുക എന്നുള്ളത്. നമ്മൾ എത്ര തന്നെ ഇപ്പോൾ ഒരു 10 ഇഞ്ചൊക്കെ നെക്കിന്റെ ലെങ്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഫ്രണ്ടിലേക്ക് ഷോൾഡർ ഇറങ്ങി വരുമ്പോൾ അത്ര 2 ഇഞ്ചോളം നമുക്ക് ബാക്ക് സൈഡ് നെക്കിന്റെ ലെങ്ത് കുറയുകയാണ്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് നമുക്ക് ശരിയാക്കി എടുക്കുക? ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ശരിയാക്കാന്നുള്ളത് നല്ല റിസ്ക് ഉള്ള കാര്യമാണ്. നമുക്ക് മുഴുവനായി പിരിച്ചെടുത്തിട്ട് അണ്ടർ ബ്രസ്റ്റിന് അവിടെ പീസ് കൊടുത്തിട്ടൊക്കെ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഈ ഒരു പ്രശ്നം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ ശരിയാക്കി എടുക്കണം. അപ്പൊ നമ്മുടെ ഷോൾഡർ ടു അണ്ടർ ബ്രസ്റ്റ് വരെയുള്ള ഇറക്കം കുറവായാലാണ് ഇതുപോലത്തെ പ്രശ്നം വരിക. നമ്മൾ നേരത്തെ നോക്കിയത് ഷോൾഡറിന്റെ അവിടെ നിന്ന് അണ്ടർ ബ്രസ്റ്റ് വരെയുള്ള ഇറക്കത്തിന്റെ അളവ് കൂടുമ്പോൾ ഷോൾഡറിന്റെ മുകളിൽ ലൂസ് വരും എന്നുള്ളത്. താഴ്ഭാഗം ബ്രസ്റ്റ് കറക്റ്റ് ആ ബ്ലൗസിനെ ഒന്ന് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കുമ്പോൾ എക്സ്ട്രാ വരുന്ന ലൂസാണ് മുകളിലേക്ക് ഷോൾഡർ പൊന്തി നിൽക്കുന്നതായിട്ട് നമ്മൾ നോക്കിയത്. ഇത് അങ്ങനെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ കറക്റ്റ് അണ്ടർ ബ്രസ്റ്റിന്റെ അവിടെ ബ്രസ്റ്റ് ഈ ബ്ലൗസിന് ഇങ്ങനെ താങ്ങി നിൽക്കുമ്പോൾ ഈ ഒരു ഷോൾഡർ ഇറങ്ങി വരികയാണ്. അതിന് കറക്റ്റായിട്ട് ഷോൾഡറിൽ നിൽക്കാനുള്ള സ്പേസ് ഇല്ല അവിടെ. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ഷോൾഡർ മുമ്പിലേക്ക് ഇറങ്ങി വരുന്നത്. ഓക്കെ, ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യാൻ നല്ല പണിയായിരിക്കും. അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ കാര്യം ശ്രദ്ധിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇതേപോലെ കൂടുതലായിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാനും മറക്കല്ലേ.